Welcome to today's class. ഇന്ന് നമുക്ക് 8th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്റർ സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് അതിലെ എക്സസൈസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ സം ഫൈബേഴ്സ് ആർ കോൾഡ് സിന്തറ്റിക്. നമുക്കറിയാം സം ഫൈബേഴ്സ് ആർ കോൾഡ് സിന്തറ്റിക് ബിക്കോസ് they are made by human beings. Synthetic fibers are also called man-made fiber. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഒരു സിമ്പിൾ ആൻസർ. ഇനി അതിൻ്റെ മാർക്ക് അനുസരിച്ച് നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ എക്സാമ്പിൾസ് കൊടുക്കാം, അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബറിൻ്റെ ചെയിൻസ് ഓഫ് സ്മോൾ യൂണിറ്റ്സ് ആർ ജോയിൻ ടുഗെദർ എന്ന് പറയാം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ടിക്ക് മാർക്ക് ഇടേണ്ട ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ദ കറക്റ്റ് ആൻസർ. Rayon is different from synthetic fibers because, first option, it has a silk-like appearance. Second one, it is obtained from wood pulp. Third one, its fibers can also be woven like those of natural fibers. Rayon എന്തുകൊണ്ടാണ് മറ്റുള്ള സിന്തറ്റിക് ഫൈബേഴ്സിന് ഡിഫറെൻ്റ് ആവുന്നത്? നമുക്കറിയാം റയോൺ ഒരു കംപ്ലീറ്റ്ലി സിന്തറ്റിക് ഫൈബർ അല്ല, അതൊരു സെമി സിന്തറ്റിക് ഫൈബറാണ് അല്ലേ? നമ്മൾ ആ സെക്ഷൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആൻസർ ബി ആണ് കറക്റ്റ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം വുഡ് പൾപ്പ്. മറ്റുള്ള സിന്തറ്റിക് ഫൈബേഴ്സ് ഒന്നും അങ്ങനെയല്ല. തേർഡ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതിൽ ഫസ്റ്റ് വൺ, സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ഓൾസോ കോൾഡ് ഡാഷ് ഓർ ഡാഷ് ഫൈബേഴ്സ്. അതിൻ്റെ ആൻസർ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ഓൾസോ കോൾഡ് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ഓർ മാൻമെയ്ഡ് ഫൈബേഴ്സ്. അതിലെ ബി, സിന്തറ്റിക് ഫൈബേഴ്സ് ആർ സിന്തസൈസ്ഡ് ഫ്രം റോ മെറ്റീരിയൽസ് കോൾഡ് ഡാഷ്. അതിൻ്റെ ആൻസർ പെട്രോ കെമിക്കൽസ് എന്നാണ്. സി, ലൈക്ക് സിന്തറ്റിക് ഫൈബേഴ്സ് പ്ലാസ്റ്റിക് ഇസ് ഓൾസോ എ ഡാഷ്. ആൻസർ polymer. Fourth question, give examples which indicate that nylon fibers are very strong. നൈലോൺ എടുത്ത സമയത്ത് അതിൻ്റെ പോയിൻറ്റ്സ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നൈലോൺ ഫൈബർ സ്ട്രോങ് ആണ് എന്നുള്ളത് കാണിക്കുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ, നൈലോൺ ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് റോപ്സ് ഫോർ ക്ലൈംബിംഗ്, റോക്ക് ക്ലൈംബിംഗ് ആൻഡ് ഫോർ മേക്കിംഗ് പാരഷൂട്ട്. ഈ രണ്ട് എക്സാമ്പിളിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ് നൈലോൺ ഫൈബേഴ്സ് ആർ വെരി സ്ട്രോങ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആർ ഫേവേർഡ് ഫോർ സ്റ്റോറിംഗ് ഫുഡ്. എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ 3.5 എന്നുള്ള സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്സ് ആസ് മെറ്റീരിയൽസ് ഓഫ് ചോയ്സ് എന്നുള്ള ആ ഒരു പാരഗ്രാഫിൽ കൊടുക്കുന്നുണ്ട്. ദിസ് ബിക്കോസ് ഓഫ് ദെയർ light weight, lower price, good strength and easy handling. ഈ റീസൺസ് ആണ്, ഈ 4 കാരണം കൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ്, ദേ കനോട്ട് ബി സോഫൻഡ് ബൈ ഹീറ്റിംഗ്. തെർമോപ്ലാസ്റ്റിക് ദേ ക്യാൻ ബി സോഫൻഡ് ബൈ ഈസിലി ബൈ ഹീറ്റിംഗ്. Then thermosetting plastic, they cannot be bent easily. Thermoplastic they can be bent easily. Then പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും കൊടുക്കുക. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിൾ ബേക്കലൈറ്റ്, മെലാമൈൻ. തെർമോപ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിൾ പോളിത്തീൻ ആൻഡ് PVC. സെവൻത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ ദ ഫോളോയിങ് ആർ മെയ്ഡ് ഓഫ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. സോസ് പാൻ ഹാൻഡിൽസ്, അതാണ് ഫസ്റ്റ് വൺ. സോസ് പാനിൻ്റെ ഹാൻഡിൽസ് എന്തുകൊണ്ടാണ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. തെർമോസെറ്റിക് പ്ലാസ്റ്റിക് പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. പിന്നെ എന്താണ്, ദീസ് പ്ലാസ്റ്റിക്സ് ആർ നോട്ട് സോഫൻഡ് ഓൺ ഹീറ്റിംഗ്. നെക്സ്റ്റ് അതിൽ തന്നെ ബി പാർട്ട്, ഇലക്ട്രിക് പ്ലഗ്സ്, സ്വിച്ചസ്, പ്ലഗ് ബോർഡ്സ്, ഇതൊക്കെ എന്തുകൊണ്ടാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്നത്? They are bad conductors of heat and electricity. So it is used for making electric plug, switches, plug boards, etc. Bakelite ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോസെറ്റിംഗ് പോളിമർ.
നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. Categorize the materials of the following products into can be recycled and cannot be recycled. താഴെ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസിനെ 2 സെക്ഷനായിട്ട് മാറ്റാനാണ് പറയുന്നത്. അതിലൊരു സെക്ഷനിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതും മറ്റൊരു സെക്ഷൻ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതുമായിരിക്കണം. 2 കോളം വരച്ചിട്ട് ചെയ്താൽ എളുപ്പമാണ്. ഫസ്റ്റ് കോളത്തിൽ ക്യാൻ ബി റീസൈക്കിൾഡ്, നെക്സ്റ്റ് കോളം കനോട്ട് ബി റീസൈക്കിൾഡ്. ടെലിഫോൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് അത് കനോട്ട് ബി റീസൈക്കിൾഡ് എന്നുള്ള സെക്ഷനിലാണ് വരിക. നെക്സ്റ്റ് പ്ലാസ്റ്റിക് ടോയ്സ് ക്യാൻ ബി റീസൈക്കിൾഡ്, തെർമോ പ്ലാസ്റ്റിക് ആണ്. കുക്കർ ഹാൻഡിൽ അഗെയിൻ കനോട്ട് ബി റീസൈക്കിൾഡ്. കുക്കർ ഹാൻഡിലൊക്കെ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ ആ സെക്ഷനിൽ പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. ക്യാരി ബാഗ്സ് ക്യാൻ ബി റീസൈക്കിൾഡ്. ബോൾ പോയിന്റ് പെൻ കനോട്ട് ബി റീസൈക്കിൾഡ് എന്നുള്ള സെക്ഷനിലാണ് വരുന്നത്. പ്ലാസ്റ്റിക് ബൗൾസ് ക്യാൻ ബി റീസൈക്കിൾഡ്. പ്ലാസ്റ്റിക് കവറിംഗ് ഓൺ ഇലക്ട്രിക് വയേഴ്സ് ക്യാൻ ബി റീസൈക്കിൾഡ്. പ്ലാസ്റ്റിക് ചെയർസ് ക്യാൻ ബി റീസൈക്കിൾഡ്. ഇലക്ട്രിക്കൽ സ്വിച്ചസ് കനോട്ട് ബി റീസൈക്കിൾഡ്. നമുക്കൊന്നും കൂടി നോക്കാം ഏതൊക്കെയാണ് ക്യാൻ ബി റീസൈക്കിൾഡും കനോട്ട് ബി റീസൈക്കിൾഡും. ടോയ്സ്, ക്യാരി ബാഗ്സ്, പ്ലാസ്റ്റിക് ബൗൾസ്, പ്ലാസ്റ്റിക് കവറിംഗ് ഓൺ ഇലക്ട്രിക്കൽ വയേഴ്സ്, പ്ലാസ്റ്റിക് ചെയർസ്, ഇതെല്ലാം തന്നെ ക്യാൻ ബി റീസൈക്കിൾഡിൽ വരുന്നതാണ്. കനോട്ട് ബി റീസൈക്കിൾഡ് ടെലിഫോൺ ഇൻസ്ട്രുമെൻറ്റ്സ്, കുക്കർ ഹാൻഡിൽസ്, ബോൾ പോയിന്റ് പെൻസ്, ഇലക്ട്രിക്കൽ സ്വിച്ചസ് ഒക്കെ കനോട്ട് ബി റീസൈക്കിൾഡ് എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. ഇനി 9th ക്വസ്റ്റ്യൻ. റാണ വാണ്ട്സ് ടു ബൈ ഷർട്ട്സ് ഫോർ സമ്മർ. ഷുഡ് ഹി ബൈ കോട്ടൺ ഷർട്ട്സ് ഓർ ഷർട്ട്സ് മെയ്ഡ് ഫ്രം സിന്തറ്റിക് മെറ്റീരിയൽ? അഡ്വൈസ് റാണ, ഗിവിംഗ് യുവർ റീസൺ. അതിൻ്റെ ആൻസർ എന്താണ്? റാണ ഷുഡ് ബൈ എ കോട്ടൺ ഷർട്ട്. എന്തുകൊണ്ടാണ്? കോട്ടണിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ സമ്മർ സീസണിലൊക്കെ നന്നായി സ്വെറ്റ് ചെയ്യും. അപ്പോൾ കോട്ടൺ ക്ലോത്ത്സ് അത് ആ സ്വെറ്റിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും കമ്പയർഡ് ടു ഷർട്ട്സ് മെയ്ഡ് ഫ്രം സിന്തറ്റിക് മെറ്റീരിയൽ. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. ഗീവ് എക്സാമ്പിൾസ് ടു ഷോ ദാറ്റ് പ്ലാസ്റ്റിക്സ് ആർ നോൺ കൊറോസീവ് ഇൻ നേച്ചർ. അത് ആ ഒരു നോൺ കൊറോസീവ് എന്നുള്ളത് പേജ് നമ്പർ 37 പ്ലാസ്റ്റിക് ഈസ് നോൺ റിയാക്റ്റീവ് എന്നുള്ളൊരു ഹെഡിങ്ങിന് താഴെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ആ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് എഴുതേണ്ടത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക് ഡു നോട്ട് ഗെറ്റ് റസ്റ്റഡ്, അതൊന്ന്, ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് റിയാക്ട് വിത്ത് മോയ്സ്ചർ ആൻഡ് എയർ അല്ലെങ്കിൽ വാട്ടർ ആൻഡ് എയർ. ദെൻ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് പാർട്ടിക്കിൾസ് വിച്ച് ആർ സ്റ്റോർഡ് ഇൻ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുന്ന സബ്സ്റ്റൻസുമായിട്ട് പ്ലാസ്റ്റിക് റിയാക്ട് ചെയ്യില്ല. ഇത് രണ്ടും പ്ലാസ്റ്റിക് നോൺ കൊറോസീവ് ആണെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. 11th ക്വസ്റ്റ്യൻ. ഷുഡ് ദ ഹാൻഡിൽസ് ആൻഡ് ബ്രിസിൽസ് ഓഫ് എ ടൂത്ത് ബ്രഷ് ബി മെയ്ഡ് ഓഫ് ദ സെയിം മെറ്റീരിയൽ? എക്സ്പ്ലെയിൻ യുവർ ആൻസർ. ടൂത്ത് ബ്രഷിൻ്റെ ഹാൻഡിൽസും ബ്രിസിൽസും ഒരേ മെറ്റീരിയൽ കൊണ്ടാണോ ഉണ്ടാക്കേണ്ടത്? അല്ല, നമുക്കറിയാം ഹാൻഡിൽ കുറച്ച് സ്ട്രോങ് ആയിരിക്കണം, കാരണം നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ളതാണ്. ബ്രിസിൽസ് സോഫ്റ്റ് ആയിരിക്കണം, കാരണം അത് ബ്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാർട്ടാണ്. അപ്പോൾ അത് ഹാർഡായി പോയാൽ നമ്മളെ ഗംസിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുക? ദ ഹാൻഡിൽസ് ആൻഡ് ബ്രിസിൽസ് ഓഫ് ടൂത്ത് ബ്രഷ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ഓഫ് ദ സെയിം മെറ്റീരിയൽ. ബ്രിസിൽ ഷുഡ് ബി മെയ്ഡ് ഔട്ട് ഓഫ് സോഫ്റ്റ് മെറ്റീരിയൽ ആൻഡ് handle should be made out of hard material so that we can hold it firmly. 12th question. Avoid plastics as far as possible. Comment on this advice. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്ലാസ്റ്റിക്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 38 അതിൻ്റെ താഴെയാണ് അതിൻ്റെ ആൻസർ ഉള്ളത്. ആ സെക്ഷൻ വായിച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടും. കുറച്ച് പോയിൻറ്റ്സ് അതിൽ എഴുതാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, പ്ലാസ്റ്റിക് എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അവോയ്ഡ് ചെയ്യേണ്ട കാരണം എന്താണെന്നുള്ളതിന് കുറച്ച് പോയിൻറ്റ്സ് എഴുതുക. അതിൽ ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം, പ്ലാസ്റ്റിക്സ് ആർ നോൺ ബയോഡിഗ്രേഡബിൾ, അതായത് അത് ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി ഈസിലി ഡീകമ്പോസ്ഡ് ബൈ നാച്ചുറൽ പ്രോസസ്സ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, പ്ലാസ്റ്റിക് ടേക്ക് സെവറൽ ഇയേഴ്സ് ടു ഡീകമ്പോസ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞാലേ പ്ലാസ്റ്റിക് ഡീകമ്പോസ് ആവുള്ളൂ. നെക്സ്റ്റ്,
അത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. കാരണം ബേണിംഗ് പ്രോസസ്സ് വളരെ സ്ലോ ആണ്. അതിന് മുഴുവനായിട്ട് അത് ബേൺ ചെയ്ത് പോവില്ല. അതൊക്കെ ആ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കത്തിച്ച് കഴിഞ്ഞാലും ഇറ്റ് റിലീസസ് ലോട്ട്സ് ഓഫ് പോയ്സണസ് ഫ്യൂംസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ കോസിങ് എയർ പൊല്യൂഷൻ. അതൊക്കെയാണ് കുറേ റീസൺസ്. പിന്നെ അവിടെ ഒരു യെല്ലോ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പ്ലാസ്റ്റിക് ആനിമൽസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബ്ലോക്ക് ചെയ്യും. ആ ഒരു പോയിന്റും അതിലേക്ക് ആഡ് ചെയ്യാം. 13th question. Match the terms of column A correctly with the phrases given in column B. First one, polyester. നമുക്കറിയാം പോളിസ്റ്റർ പ്രിപ്പയർഡ് ബൈ യൂസിങ് വുഡ് പൾപ്പ് അല്ല. യൂസ് ഫോർ മേക്കിംഗ് പാരഷൂട്ട് ആൻഡ് സ്റ്റോക്കിങ്സും അതിന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. യൂസ് ടു മേക്ക് നോൺ സ്റ്റിക്ക് കുക്ക് വെയർസ് അതുമല്ല. ഡി ഓപ്ഷനാണ്. ഫാബ്രിക്സ് ഡു നോട്ട് റിങ്കിൾ ഈസിലി. നെക്സ്റ്റ് ടെഫ്ലോൺ യൂസ് ടു മേക്ക് നോൺ സ്റ്റിക്ക് കുക്ക് വെയർസ് ആണ്. റയോണ് prepared by using wood pulp. Nylon used for making parachutes and stockings. 14th question. Manufacturing synthetic fibers is actually helping conservation of forest. Comment. ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ഫോറസ്റ്റിനെ കൺസർവ് ചെയ്യുകയാണ്. അത് ശരിയാണ്. അത് എന്തുകൊണ്ടാണ്? സിന്തറ്റിക് ഫൈബേഴ്സ് നമുക്കറിയാം ദേ ആർ പ്രിപ്പയർഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ബൈ യൂസിങ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് സിന്തറ്റിക് ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അതെപ്പോഴും നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. വുഡ് പൾപ്പ് എന്നൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് വുഡൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. സിന്തറ്റിക് ഫൈബർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് കെമിക്കൽസാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഡയറക്റ്റ്ലി നമ്മൾ ഫോറസ്റ്റിനെ കൺസർവ് ചെയ്യുകയാണ്. 15th question. Describe an activity to show that thermoplastic is a poor conductor of electricity. ഏതെങ്കിലും ഒരു തെർമോപ്ലാസ്റ്റിക് എടുക്കുക. എന്തെങ്കിലും ടോയ്സോ കോംസോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. ഏതെങ്കിലും കണ്ടെയ്നറോ. നമ്മൾ എക്സാമ്പിളിൽ തെർമോപ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോയ്സൊക്കെ തെർമോപ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തെർമോപ്ലാസ്റ്റിക് എടുക്കുക. ഒരു പെർഫെക്റ്റ് കണക്ഷൻ ചെയ്യുക. അതായത് ബൾബും ബാറ്ററി യൂസ് ചെയ്തിട്ടൊരു കണക്ഷൻ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ബാറ്ററി ബൾബിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ബൾബ് ഗ്ലോ ചെയ്യും. അപ്പോൾ അത് അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഫ്ലോ നടക്കുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റി ഫ്ലോൻ്റെ ഗ്യാപ്പിൽ ഒരു തെർമോപ്ലാസ്റ്റിക്കിനെയും കൂടി കണക്ട് ചെയ്ത് നോക്കുക. തെർമോപ്ലാസ്റ്റിക്കായ ടോയ്സോ കോംസോ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. കോംബ് ഒരു കണ്ടക്റ്റിംഗ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അപ്പോഴും ആ ബൾബ് ഗ്ലോ ചെയ്യും അല്ലേ. കണ്ടക്റ്റിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യില്ല. നമുക്ക് കാണിക്കാൻ പറ്റും ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല എന്നുള്ളത്. അതെന്ത് പ്രൂവ് ചെയ്യും? ഒരു തെർമോപ്ലാസ്റ്റിക് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. താങ്ക് യു.